ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാനുള്ളത് റഹ്മാനാണ്, പടച്ചറപ്പിന് വേണ്ടിയാണ്. നിങ്ങൾ ശബ്ദത്തെ ഇഷ്ടപ്പെട്ടാൽ ഈ ശബ്ദം അടഞ്ഞു പോയാൽ നിങ്ങൾ ആ ഇഷ്ടം മറക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ശബ്ദത്തിൽ നിലനിൽക്കുന്ന ശബ്ദമല്ല. കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ ശബ്ദം അടച്ചു പോകുമ്പോ നിങ്ങൾ വീട്ടിന്റെ അകത്തിരുന്ന് പുതിയ ഉസ്താദുമാർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ പാവപ്പെട്ടവനെ നിങ്ങൾ മറക്കൂല. ഞാനും നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെയും ഞാനങ്ങനെ മറക്കൂല. അല്ലാഹു നമ്മുടെ സ്നേഹബന്ധം അങ്ങനെയാക്കി തരട്ടെ. അല്ലാഹുവിന് വേണ്ടി, പടച്ചറപ്പിന് വേണ്ടി ഇഷ്ടപ്പെടാ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സ് വെക്കണം, അതാണ് വലുത്. മൻ അഹബ്ബ ലില്ലാഹ് വമൻ അബ്ഗദ ലില്ലാഹ് വമൻ അഅ്താ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, അല്ലാഹുവിന് വേണ്ടി ആര് ഇഷ്ടപ്പെടുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് പിണങ്ങുന്നുവോ, അല്ലാഹുവിന് വേണ്ടി ആര് കൊടുക്കുന്നുവോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പരിപൂർണമായിരിക്കുന്നു. തീർന്നില്ല, പരലോകത്ത് വീണ്ടും അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട കൂട്ടുകാര് ഒരുമിച്ചൊരു ബൈക്കിൽ ഇന്ന് പ്രസംഗത്തിന് പോകുമ്പോ നീ എന്നെ ഇടിക്കുന്നു, നാളെ പ്രസംഗത്തിന് പോകുമ്പോ ഞാൻ എന്നെ ഇടിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം എല്ലാം സഹകരിച്ചുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായി, എടാ നീ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചിക്കണേ, ബോധമില്ലാതെ ഉറങ്ങുന്നവനാണ് ഞാൻ, നീ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് പുണ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ നല്ല കാര്യത്തിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നവർക്ക് റജുലാനി ഫില്ലാഹിൽ കരീമി തഹബബാ ബിഹാലി ഇത്തിറാഖിൻ മിൻഹു മാ വവിസാലി. അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവര് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നവരാ. നിങ്ങൾക്കറിയോ, പുണ്യനബിതങ്ങളുടെ സഹാബത്തിൽ ശക്തിയുള്ളവരും ശക്തി കുറഞ്ഞവരുമുണ്ട്, ആരോഗ്യമുള്ളവരും ആരോഗ്യം കുറഞ്ഞവരുമുണ്ട്. അവർ യുദ്ധത്തിന് വേണ്ടി നടന്നു പോകുമ്പോ ആരോഗ്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് മുമ്പിലേ പോകുന്നത്. ഒരു കാലെടുത്ത് വെക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്ത്രം വലിച്ചുകൊണ്ട് ആ കാലിലേക്ക് വിഷമൂട്ടപ്പെട്ട മുള്ളു തറച്ചു കയറിയപ്പോ പിന്നാലെ വരുന്ന കൂട്ടുകാരോട് കൈയെടുത്ത് കാണിച്ചിട്ട്, ഇനി കടന്നു വരല്ലേ, എന്റെ ശരീരത്തിലേക്ക് വിഷം കടന്നിരിക്കുകയാ, കുറെ സെക്കൻഡുകൾക്കകത്ത് ഞാനിപ്പം മരിച്ചു വീഴു, അതുകൊണ്ട് നിങ്ങൾ ആര് കടന്നു വന്നാലും വിഷം നിങ്ങളുടെ ശരീരത്തിൽ കടക്കുന്നതാ, അപ്പുറത്തേക്ക് പോകാനൊരു നിർവാഹവുമില്ല. ഈ ഭാഗം മുഴുവൻ ഇസ്ലാമിന്റെ ശത്രുക്കള് വിഷമൂട്ടപ്പെട്ട മുള്ളുകളെ തറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബലഹീനരാന സഹാബികൾ പറഞ്ഞതെന്തെന്നറിയോ, അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെങ്ങനെയാ പ്രിയപ്പെട്ടവര്, പടച്ചറപ്പിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെങ്ങനെയാ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടാൽ അവന്റെ വയ്യത്ത് കൊണ്ടുവന്ന് നടക്കിയിട്ട് പോകാൻ മനസ്സില്ലാതെ ആ അവന്റെ അടുത്തിരുന്നു കൊണ്ട് എന്റെ കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാനുള്ള മനസ്സ് പരസ്പരം അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരന് മാത്രം അല്ലാഹു കൊടുക്കുന്നതാ. ആരോഗ്യം കുറഞ്ഞ ബലഹീനരാണ് സഹാബത്ത് പറഞ്ഞതെന്നറിയോ, എന്തായാലും ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരടിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു മാർഗം പറയാ, ഈ വിഷമൂട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ ഞങ്ങൾ അങ്ങ് കമഴ്ന്നു കിടക്കാം, ആ മുള്ളുകൾ നമ്മുടെ ശരീരത്തേക്ക് തറച്ചോട്ടെ, എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ചവിട്ടിയിട്ട് ശത്രുക്കളോട് പോരടിക്കാൻ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് ബലഹീനരാണ് ആരോഗ്യം കുറഞ്ഞ സഹാബികൾ പറഞ്ഞിട്ട് അവര് പറയുന്നു, എന്തായാലും ഞങ്ങളെ കൊണ്ടൊരു ഉപയോഗമില്ല, എണ്ണത്തിൽ കൂടുതലുണ്ടെന്നല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ വിഷമൂട്ടപ്പെട്ട മുള്ളിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കമിഴ്ന്നു കിടന്ന സഹാബത്തായ കൂട്ടുകാരുടെ ശരീരത്തിന്റെ മുകളിലേക്ക് കാലുകൊണ്ട് ചവിട്ടിയിട്ട് കടന്നുപോയ കരുത്തരാണ് സഹാബത്തിന്റെ പിന്തുണ മുറക്കാരാണ് ചെറുപ്പക്കാരാ. സിനിമാ നടന്മാർക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുമ്പോ, ഉത്സവ പറമ്പുകൾ കത്തിക്കൊത്ത് നടത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിക്കറ്റിന് വേണ്ടി ഫുട്ബോളിന് വേണ്ടി കഴുത്തറിയാ മനസ്സ് കാണിക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വാരി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നുഴഞ്ഞു കയറിയിട്ട് ഇസ്ലാമിന്റെ തനതായ മൂല്യത്തെയും ചൈതന്യത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ
കണ്ടില്ലെന്ന് നടിക്കുന്ന യുവത്വമേ, അള്ളാന്റെ മുന്നിൽ രക്ഷയില്ല മോനെ. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചോ, നിങ്ങൾ എന്നെ സ്നേഹിച്ചോ, ഉസ്താദിനെ സ്നേഹിച്ചോ, ബാദനി ഉസ്താദിനെ സ്നേഹിച്ചോ, നമ്മുടെ പള്ളിയിലെ ഇമാമിങ്ങളെ സ്നേഹിച്ചോ. എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാ, പടച്ചവന് വേണ്ടിയാ. പണമുണ്ടാക്കാറില്ല, അധികാരത്തിന് വേണ്ടിയല്ല, ശോഭനക്ക് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. റഹ്മാനായ പടച്ചറബിന് വേണ്ടി സ്നേഹിച്ച അള്ളാഹു വിളിക്കുമത്രേ പരലോകത്ത്. അയൽ എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ എന്ന് അള്ള വിളിച്ചു ചോദിക്കും. കല്യാണ വീട്ടിൽ പ്രധാനപ്പെട്ട ആളെ കണ്ടില്ലെങ്കിൽ അയാൾ വന്നില്ലേ, അയാൾ വന്നില്ലേ, അയാൾ വന്നില്ലേ, ഞാനും നിങ്ങളും വിപ്രാളപ്പെട്ട് അന്വേഷിക്കുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മെ അന്വേഷിക്കും. അങ്ങനെയുള്ള വിഭാഗത്തിൽ പാവപ്പെട്ടവരായ നമ്മെ അല്ലാഹു മാറ്റുമാറാകട്ടെ. മനസ്സിൽ വന്നുപോയ മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി ഈ നാടിന്റെ പരിസരത്ത് അവസരം അനുഭവിക്കുന്ന, കപ്പന അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അത്താണിയായി മാറാൻ, ഒരുമ്മ പെറ്റ മക്കളെ പോലെ നിൽക്കാൻ അല്ലാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. സ്നേഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ, എന്താണ് ഒരു പോംവഴി? സഹോദരിമാര് പോംവഴി പറയും ഭർത്താവിനോട്, ഇക്ക എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഒരു വഴി? നമുക്കൊരു വീട് വെച്ച് മാറാം. ഈ വീട്ടിൽ കിടന്ന് നിങ്ങളുടെ മരിക്കാറായ വാപ്പാടെ ചുമയും ഉമ്മാടെ ഒരയൊക്കെ കേട്ടാൽ നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഒരു വീട് വെച്ച് മാറിയാൽ നമുക്ക് നല്ലതുപോലെ സ്നേഹിക്കാം. അങ്ങനെ പറഞ്ഞ സഹോദരിമാരൊരു പോംവഴി കണ്ട് എങ്ങനെയെങ്കിലും 10 ലോഡ് മണ്ണും ചെറിയൊക്കെ അയാളെ കൊണ്ട് ഇറക്കി പറ്റേ ബാക്കി പാവപ്പെട്ടൻ എപ്പോഴും അതിന്റെ വില ചിന്തിച്ചാ കരയുന്നത്. വീടെന്ന് പറയുമ്പോ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് അതാ. അതുകൊണ്ട് അതിന്റെ ടെൻഷനാണ് ആ ഭർത്താക്കന്മാരുടെ മനസ്സിൽ. അള്ളാഹു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കട്ടെ, ഉള്ള വീടുകളിൽ അള്ളാഹു ബറക്കത്ത് തരട്ടെ, കടബാധ്യതകൾ അള്ളാഹു തീർത്തു തരട്ടെ. പ്രിയമുള്ളവരെ, അപ്പോ എന്താണ് സ്നേഹിക്കാനൊരു വഴി? പരസ്പരം സ്നേഹിക്കാനൊരു പോംവഴി എന്താ? ഫോൺ വിളിച്ചിട്ട് എല്ലാ ദിവസവും സുഖമാണോ പറയാ, അതുകൊണ്ട് വിശേഷങ്ങൾ, നമ്മുടെ ദീനിന്റെ പേരിൽ അള്ളാഹിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരാ. നീ എപ്പോഴാണ് എണീച്ചത്? ഞാൻ സുബൈക്ക് വിളിച്ചിട്ട് എനിക്കത്, ഞാൻ ഇന്നലെ 2 മണി വരെ അടിപൊളി പടവല്ലടാ ഐശ്വര്യോ. ഞാൻ വാപ്പായി ഉമ്മായൊക്കെ ഇരുന്നുണ്ട്. വാപ്പ പറഞ്ഞു പണ്ട് നസീറിന്റെ പടവാ, നല്ല പടവാടാ കണ്ടവനെന്ന് നമ്മളെല്ലാവരും ഉറക്കം വേണ്ടിയിരുന്ന് കണ്ട് ഉറങ്ങിപ്പോലെയാ. നീ അള്ളാഹുവിന് വേണ്ടി നമ്മൾ പരസ്പരം സംഭവമൊക്കെ ശരി. അതൊന്നും വാങ്ങയൊക്കെ പോകുമ്പോൾ നീ വിളിച്ചാൽ അപ്പോ എന്നെയൊക്കെ ഞാൻ അടിച്ചുതരാം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട് വാങ്ങയൊക്കെ തിരിച്ചടിപൊളി സോഡയൊക്കെ മാറ്റി കുടിച്ച് ഒറ്റപ്പാട്ട് നമ്മൾ വീട്ടിൽ പോകും. പിറ്റേന്ന് രാത്രി ആകുമ്പോൾ അള്ളാഹിന് വേണ്ടി നമ്മൾ സ്നേഹിക്കും, പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമ്മൾ അങ്ങ് കളയും. അങ്ങനെ പറ്റില്ല. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുമ്പോൾ ദീനിന്റെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണം വാങ്ങിച്ചു. ഇവിടെ ലൈബ്രറി ഉണ്ടോ? ആ പ്രസിദ്ധീകരണം ഒന്ന് എടുത്തു. നീ ആ മറ്റേ ബുക്ക് വായിച്ചായിരുന്നോ? നല്ല ഇഷ്ടംപോലെ ചരിത്രം അത് നീ വായിച്ചു. എനിക്കത് വായിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങളൊക്കെ കൈമാറി. അങ്ങനെ ദീനിന്റെ കാര്യം ക്ലാസ്സിൽ കൈമാറാൻ മാത്രം പഠിച്ചാൽ പോലെ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നല്ല കാര്യങ്ങൾ സഹകരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൂട്ടുകാർ. അങ്ങനെ നമ്മളായി മാറും. അങ്ങനെ ആയി മാറുമ്പോഴാണ് ഈ സ്ഥാനം കിട്ടുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവലാ ദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതും തഹാബതും ബില്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബത്തെ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനുള്ള സ്നേഹമെന്ന ഇസ്ലാം മതത്തിന്റെ മാനുഷിക മുഖമുണ്ടല്ലോ, മൂല്യമുണ്ടല്ലോ. അത് ഉയർത്തിപ്പിടിക്കാൻ പരസ്പരം പടച്ചറപ്പിന് വേണ്ടി സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ബനായ റസൂലല്ലാഹ്. സഹാബത്ത് സമ്മതം മൂടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അഫ്സുസ്സലാമ ബൈനകും. അഫ്സുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക, സലാമിനെ പ്രചരിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ സലാം പറയുക എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, സലാം എന്ന് പറയുന്നതിനെ വ്യാപിപ്പിക്കുക. അസ്സലാമു അലൈക്കും. ഇത് കേട്ടപ്പോൾ ചില സഹാബികൾ ഒരു തൂണിന്റെ മറവിൽ ഒളിച്ച് സാറ്റ് കളിക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അപ്പൊ മറ്റേ വലൈക്കും സലാം, ഇങ്ങനെ സലാം പറഞ്ഞ് കളിക്കുമായിരുന്നു. സലാമിനെ വ്യാപിപ്പിക്കരുത്. പത്രത്തിൽ കണ്ട രുദ്രാക്ഷം കെട്ടലല്ല, സ്നേഹം വാരിക്കോരി തരുന്ന മനുഷ്യ ദൈവങ്ങളുടെ അണികളാകലല്ല. കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്
എന്ന് പറയലാണ്. കണ്ടുമുട്ടിയ സലാം പറയലാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മരുന്ന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവരടുത്ത് പോയിരുന്നിട്ട് മക്കളെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അവര് വഅലൈക്കും അസ്സലാം എന്ന് മടക്കുമ്പോ കൂടെ വന്നവര് സഹാബി ചോദിക്കുന്നു, അനസേ നിനക്ക് ഇത് തന്നെയല്ലേ ജോലി? എന്ത് കൊച്ചുകുട്ടികളെ കണ്ടാലും നീ ഇങ്ങനെ സലാം പറയുമല്ലോ, അതിന്റെ ആവശ്യമെന്തെന്ന് ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മനസ്സൊരുപാട് വളർന്നുപോയി പ്രിയപ്പെട്ടവരെ. അത് കുഞ്ഞു മനസ്സുകളാണ്, കളങ്കമില്ലാത്ത മനസ്സുകളാണ്, കള്ളമില്ലാത്ത മനസ്സുകളാണ്. ആ മനസ്സുകളിൽ നമ്മുടെ മുഖത്ത് നോക്കി എന്നും സലാം മടക്കിയാൽ അതിന്റെ പ്രതിഫലം, അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ്. ആ മക്കൾ അത് പറയുന്നത് അല്ലാഹു സ്വീകരിച്ചാൽ ഈ അനസ് രക്ഷപ്പെട്ടില്ലേ? ആരാ പറയുന്നത്? റസൂലുള്ള ആയിരക്കണക്കിന് സലാം മടക്കിയിട്ടുള്ള അനസ, പൊന്നാറ് നബിതങ്ങൾ ആയിരക്കണക്കാറ് സലാം പറഞ്ഞിട്ടുള്ള അനസ, റസൂലുള്ളാഹിയുടെ ഖിദ്മത്ത് ഒരുപാട് ചെയ്തിട്ടുള്ള അനസ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിയുടെ പരിമളം തന്റെ കവിളത്തുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ വഫാത്ത് കഴിഞ്ഞ് 80-ൽ കൂടുതൽ വർഷം കഴിഞ്ഞിട്ടാ അനസ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് മരണപ്പെടുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുക, 80 വർഷത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ കവിളത്ത് തൊട്ടിട്ട് യാ ബുനയ്യ എന്ന് വിളിച്ചപ്പോ കവിളിലൊന്ന് തടവി. ആ തടവിയതിന്റെ സുഗന്ധം 80 വർഷം കഴിഞ്ഞിട്ട് പോലും എന്റെ കവിളിൽ നിന്ന് പോയിട്ടില്ല. റസൂലുള്ള സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരെ നാവ് പുഴുത്തു പോകാതിരിക്കട്ടെ, ലോകം തകർന്നു വീഴാതിരിക്കട്ടെ, ഈ താമസിക്കുന്ന ബിൽഡിംഗ് നിന്നെയും കൊണ്ട് മുടിഞ്ഞു പോകാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരാണെന്ന് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തമാശക്ക് പോലും പറയല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റതോടനാർ അനസ് റളിയല്ലാഹു അൻഹു സലാം മടക്കുന്നതിന്റെ മഹത്വം അറിഞ്ഞപ്പോ കൊച്ചു കുട്ടികളുടെ മുമ്പ് പോയിട്ട് അവര് സലാം മടക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് സലാം മടക്കാൻ അറിഞ്ഞു. മോനെ മെഡല് വാങ്ങിയോനെ, നിനക്ക് തന്നെ കിട്ടിയത് മെഡല് ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, മാറ്റി വയ്യടാ. മെഡലും ട്രോഫിയൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടുന്നത് വീട്ടിൽ കൊണ്ട് സന്തോഷമായിട്ട് വെക്കാനുള്ളതാ, ഉടൻ ഞോണ്ടിക്കൊണ്ട് പോകാൻ കൊടുക്കരുത്. ആ പണ്ട് എനിക്കും നബിദിനത്തിന് കിട്ടിയ, കലാമത്സരത്തിന് കിട്ടിയ പിന്നെ കൊച്ചു വീടിന്റെ പടം, അതുപോലെ പൂവിന്റെ പടം, ഇതൊക്കെ ക്ലാസ്സിനകത്തിട്ട് ഇങ്ങനെ മൂടി മൂടി വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമില്ലേ, ഓർമ്മയാണ്. അല്ലാഹു തആല ആയുസ് എന്ന വയസ്സാകുമ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കാം, അതൊക്കെ എടുത്ത് നോക്കി സന്തോഷിക്കാം. മനസ്സിൽ മദ്രസയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? അല്ലാഹു വരെ വിറവ് വരെ കാണും. മദ്രസയിലെ ആയതുകൊണ്ട് ആരും വലിയ വൈദ്യുതി, മദ്രസയിലെ ആരും വൈകാൻ പോലും മദ്രസയിലതല്ലേ നമുക്ക് ആവശ്യം. 5ാം ക്ലാസ്സിൽ കിട്ടിയത്, 7ാം ക്ലാസ്സിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ്, നബിദിനത്തിന് കിട്ടിയ സമ്മാനം, അതൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങി വെക്കണ്ടേ? കുഞ്ഞു മക്കളൊക്കെ അൽഹംദുലില്ലാഹ് അപ്പൊ ഇത് പറഞ്ഞപ്പോ അമ്മാര് മനസ്സിലായി, നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങി, സെറ്റപ്പാട്ടിൽ നിന്ന് കാര്യം കുഴപ്പമാണ്. അപ്പൊ ആ മിടുക്കന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാം. പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ അടവും ഇതുപോലെ തന്നെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നല്ലതാ, മക്കൾ ഉസ്താദുമാരെ പോലെ ആവുന്നത് നല്ലതാ. അല്ലാഹു തആല ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കി അവരെ മാറ്റട്ടെ. നല്ല സന്തോഷമായിട്ട് വന്ന് ഖുർആനിന്റെ ഇതൊക്കെ എഴുതി വെച്ച ഫലകങ്ങളും ഒക്കെ കൊണ്ട് അതൊക്കെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കണം. ഖുർആനെ ആയത്തൊക്കെ മുത്തി വെച്ചിട്ടുള്ളത് അത് കളയുകയും ചെയ്യുന്നു, മനോഹരമായി കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നിങ്ങൾക്ക് സലാം മടക്കാൻ അറിയോ? സലാം പറയാനറിയോ? മടക്കാൻ അറിയോ? മദ്രസയിലേക്ക് വന്നാൽ എന്താ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉസ്താദുമാർ പലരും? ഉസ്താദ് ഇങ്ങോട്ട് കയറി വരുമ്പോ മക്കളിലേക്ക് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ആചര ആരാപ്സന്റെ ആര് വന്നാലും എല്ലാവർക്കും ആചരിക്കുന്നത് ഉപദേശം കണക്ക് അതങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴോ മക്കൾ വാപ്പാട് അസ്സലാമു അലൈക്കും, മദ്രസ വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴോ അസ്സലാമു അലൈക്കും. ഇത് സലാം മടക്കാൻ അവർക്കറിയില്ല. കാരണം എന്താ അറിയോ? ആരും അങ്ങോട്ട് പറയാറില്ല. എല്ലാവർക്കും ഇവരങ്ങോട്ടാ പറയണേ.
നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് 3ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് അസ്സലാമു അലൈക്കും അവരുടെ മഴയ്ക്ക സലാം പറയും. കാരണം മടക്കാറുകൂടെ വല്ലപ്പോഴും മടക്കിപ്പിക്കണം, വല്ലപ്പോഴും പറഞ്ഞ് ശീലിപ്പിക്കണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാൻ നമ്മുടെ മക്കളെ കൊണ്ട് ശീലിപ്പിച്ചെങ്കിലേ അത് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ വല്ലപ്പോഴും അങ്ങോട്ട് സലാം പറഞ്ഞ് ശീലിപ്പിക്കണം. ഉസ്താദുമാര് വരുമ്പോ എന്ത് ചെയ്യുക, മദ്രസ കുട്ടികളോട് ഉസ്താദ് സലാം പറയാം, അസ്സലാമു അലൈക്കും, ഒരു മാതൃകയാവട്ടെ. തിരിച്ചു പോകുന്ന സമയത്ത് അവർ സലാം പറഞ്ഞിട്ട് പോകണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോ അവർക്ക് സലാം പറയാനും മടക്കാനും ഒക്കെ പ്രചോദനമാകും. അങ്ങനെയാണ് ശീലിച്ചു വരിക. അതുകൊണ്ട് ഇന്ന് മുതൽ കൊച്ചുകുട്ടികളോട് സലാം പറയാം. ചിലപ്പോ കല്ലറിയൊക്കെ കിട്ടും, എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ മക്കളെ ഇങ്ങനെ വികൃതിയാണ്. റോട്ടെ മദ്രസയില് പാട്ട് പാടിപ്പോ അസ്സലാമു അലൈക്കും പറയും, ചിലപ്പോ അങ്ങനെ പറയും. എന്തായാലും നമുക്ക് കല്ലിറങ്ങിയാൽ ചീത്തയെങ്കിൽ ചീത്ത, എന്താ റസൂലുള്ളാഹി പറഞ്ഞ് പ്രചരിപ്പിക്കാനാ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇപ്പൊ അവരോട് പ്രചരിപ്പിക്കാൻ. കാരണം മറ്റുള്ള രീതിയിലേക്ക് പോയാൽ പിന്നെ വിഷയങ്ങളാണ്. ഏതായാലും നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ സലാം പറയുക. ഏറ്റവും നല്ല ദാമ്പത്യത്തിന്റെ ഉദാഹരണം പോലും സലാം പറയലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നാടിന്റെ പേരെന്താ? മഠത്തിൽ കാരായ്മ. ഇത്രയും വലുത് കണ്ടായിരുന്നു. നീ മഠം അല്ലെങ്കിൽ കാരായ്മ അതെങ്കിലും ഒന്ന് കളഞ്ഞിട്ട് വായിക്കുമ്പോൾ ഇട്ടാലും മതിയായി. എന്തായാലും മഠത്തിൽ കാരായ്മയുടെ പെങ്ങളെന്ന് വിളിക്കാൻ പറ്റില്ല. സാധാരണ പ്രസവിക്കാൻ പോകുമ്പോ പൂന്തുറയിലെ പെങ്ങളെ, പൂവാറ പെങ്ങളെ, വിഴിഞ്ഞത്തെ പെങ്ങളെ, ഓച്ചറയിലെ പെങ്ങളെ, ഇവിടെ മഠത്തിൽ കാരായ പെങ്ങളെ. അപ്പൊ കടുക്കും 3 ദിവസം കൊണ്ട് പറഞ്ഞിരുന്നില്ല പേര്. വിഷയം തീർന്നാലും നാട്ടിലെ പേര് പറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പെങ്ങളെ, കുടുംബജീവിതത്തിന്റെ സന്തോഷമറിയണോ എന്റെ സഹോദരിമാരെ? കുടുംബ കോടതിയിൽ കയറാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ? ഭർത്താവിനോട് ഉടക്കാതിരിക്കാനുള്ള ഒരേ ഒരു മരുന്നെന്തെന്നറിയോ? ഭർത്താവിനോട് നിങ്ങൾ സലാം പറയുക, ഭർത്താവ് നിങ്ങളോടും സലാം പറയുക. നാളിതുവരെ അങ്ങനെ ഒരു സലാം പറയൽ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സലാം പറയുക. പിണങ്ങിയിരിക്കുന്നവരൊന്നുണ്ടാവും, ചിലപ്പോൾ അടിയൊക്കെ കൊടുത്ത് കാണിച്ചൊരാടി വാത് കഴിഞ്ഞ് മറ്റെല്ലാം ദേഷ്യപ്പെട്ട് ഞാൻ വാതായോടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് വന്നിരുന്നു. ഇന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പെണ്ണുങ്ങൾ പറയും, എന്ത് ചിലപ്പോ പറയും, ചിലപ്പോ അലൈക്കും അസ്സലാം നല്ല നേർച്ചയാണെങ്കിൽ അലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വാള കൂടും. പിന്നെ റിഫായി മാലയിലെ തീരും. എത്ര കാലം ഉടഞ്ഞാലും അള്ളാണ് തീരൂല. പെണ്ണ് കെട്ടിയവർക്ക് ഇത് മറുപടി പറയത്തില്ല. ഇതെങ്ങനെ ഇരിക്കുന്നത്? അള്ളാഹു തആല സ്വാലിഹത്തായ ഭാര്യയെ കൊടുക്കട്ടെ. ഒരിക്കലും കലവടയ്ക്കുന്ന ഭാര്യയും ഭർത്താവാക്കി അള്ളാഹ് മാറ്റാതിരിക്കട്ടെ. എത്ര കലവടയണമെന്നറിയൂ? എത്ര ഉടഞ്ഞാലെന്ത്? വർഷാവർഷം ഉത്സവ പറമ്പിലും മറ്റ് ക്ഷേത്രങ്ങളിലും ഒക്കെ കല, നല്ല മനോഹരമായ കല കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ് കഞ്ഞിയുടെ റാഹത്തായിട്ട്. അപ്പോ അങ്ങനെയുള്ള ഭാര്യമാരായി ഭർത്താക്കന്മാരായി മാറുന്ന സലാം പറയുന്ന നമ്മളെ കൊണ്ടുകൊണ്ടൊന്ന് സലാം പറഞ്ഞു നോക്കി. ഇവിടെ വിളിച്ച അസ്സലാമു അലൈക്കും പറഞ്ഞ് കയറും. ഇന്ന് വാത് കഴിഞ്ഞ് പോയി നിങ്ങൾ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുന്നു. ഭാര്യ വന്ന് വാത് കൊടുക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പറയും, അല്ലോ പാതിരാത്രി പള്ളിയിൽ നിന്ന് പിരിവിന് ആള് വന്ന അവിടെ മച്ചയില്ലല്ലോ എന്ന് പറയും. പിരിവിന് വന്നതല്ല, ഞാൻ നിന്റെ ഇക്കായ. ഗൾഫിൽ നിന്ന് ഭർത്താവ് എന്ന് വിളിക്കുമ്പോ ഭാര്യമാര് ഫോൺ എടുത്തിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ വലിയ നമ്പരാണോ? അപ്പോഴയാള് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്പർ പരിശോധിച്ച് നോക്കിയത് അയാൾ ഷെയ്ഖിന്റെ വീട്ടിൽ നമ്പരാ. സലാം ദുആയൊക്കെ കേൾക്കും. അപ്പൊ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മച്ച, ഷെയ്ഖൊന്നുമല്ല, നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. വാതൊക്കെ കേൾക്കാൻ പോയി, നന്നായി തുടങ്ങി, സലാം പറയാനൊക്കെ ശീലിച്ചു. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റു പറഞ്ഞു ആമീൻ ആമീൻ. അങ്ങനെ ദീൻ വേണ്ടേ? സലാം വേണ്ടേ? അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഏതെങ്കിലും വൈദ്യര് പറഞ്ഞതല്ല. ഡോക്ടർമാര് പറഞ്ഞാൽ ചെയ്യുമല്ലോ അല്ലേ? ഡോക്ടർമാര് പറഞ്ഞാൽ ചെയ്യും, വൈദ്യന്മാര് പറഞ്ഞാൽ ചെയ്യും. ഒന്നിനും ശാസ്ത്രം പറഞ്ഞാലും ചെയ്യും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ചെയ്യൂല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. ഇപ്പൊ നോമ്പ് വരല്ലേ? റമളാൻ മാസത്തിന് മുമ്പ് ടിവിയിൽ പറയുന്നു നടൻ മമ്മൂട്ടി, എന്റെ ഗ്ലാമറിന്റെ രഹസ്യം റമളാനിലെ നോമ്പാണ്. താത്ത പറയും, ഫോൺ എടുത്ത്, ഐഷ നീ അറിഞ്ഞാടി, കണ്ടില്ലേ സൂര്യൻ അറിഞ്ഞില്ലേ മമ്മൂട്ടിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം റമളാനിലെ നോമ്പാണ്. കഴിഞ്ഞ വർഷം പിടിച്ചില്ല, ഈ വർഷം ഞാൻ 60 നോമ്പ് പിടിക്കും, 30 ദിവസം. കാരണം എന്താ? മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞോണ്ടാ. അള്ളാന്റെ റസൂൽ പറഞ്ഞത് നീ മറന്നില്ലേ പെങ്ങളെ? ഇന്ന് റസൂലുള്ളാഹി ആർക്ക് വേണം? നെറ്റിലൂടെ, കമ്പ്യൂട്ടറിലൂടെ ലോകത്തിന്റെ ഒരുപാട് ചിന്തകന്മാരുടെ ശിരസിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായമേ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാ പറഞ്ഞു തന്നത്, പരസ്പരം നിങ്ങൾ സലാം പറഞ്ഞാൽ സലാമിന്റെ സ്നേഹത്തിന്റെ മാധുര്യമാണ്. ആ സലാമിലൂടെ സ്നേഹം നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു അത് നമുക്ക് തിരിച്ചു തരട്ടെ.
സലാമിലൂടെ പരസ്പരം ഇഷ്ടപ്പെടാ, ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറയാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങുന്നവര് അൽഹംദുലില്ലാഹ് പരസ്പരം സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത്. വിദേശ രാജ്യത്തിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വിളിക്കുമ്പോ ഫോണിലൂടെ സംസാരിച്ചു തുടങ്ങുമ്പോ സലാം പറയണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ എന്ന് കണ്ടുമുട്ടിയാലും ആദ്യം സലാം പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാതിയുമായി ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എന്ന് കണ്ടാലും മദീനയുടെ മണവാളന്റെ ഏറ്റവും ഇഷ്ടക്കാരനാണ് അലി റളിയല്ലാഹു അൻഹു, എന്നോട് സലാം പറയാറുണ്ടായിരുന്നു നബിയേ. പക്ഷേ ഇപ്പൊ 2 ദിവസമായി എന്നോട് സലാം പറയുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് അവിടുന്ന് തിരക്കണമെന്ന് ചോദിച്ചപ്പോ, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, കരുനാഗപ്പള്ളിയുടെ തടവയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞ് മൗലവി, അല്ലാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കട്ടെ. എത്ര ചരിത്രങ്ങളാ, എത്ര സംഭവങ്ങളാ മനോഹരമായ ഈരടികളിലൂടെ ലോകത്തിന് സമർപ്പിച്ചത്. ആ ഉസ്താദ് പറയുന്നു, അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഈ രാത്രിയിൽ ഞാൻ സ്വർഗ്ഗമില്ലൊരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്താണ് അതിനുത്തരം, ആദ്യം സലാം പറയുന്നവർക്കാണെന്ന, അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. അല്ലാഹുവിന്റെ റസൂലേ, കിടക്കുമ്പോ മനോഹരമായ ഒരു സ്വർണം ഞാൻ കണ്ടു. സ്വർഗത്തിന്റെ സുന്ദരമായ മാളിക അതാർക്കാണ് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ആദ്യം സലാം പറയുന്നവർക്കുള്ളതാണ്. ഈ സ്വർഗത്തിന്റെ കൊട്ടാരമുണ്ടല്ലോ, ഈ സ്വർഗത്തിന്റെ മാളികയുണ്ടല്ലോ, ആദ്യം സലാം പറയുന്നവർക്കാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനോട് എന്നും ആദ്യം സലാം പറയുന്നത് ഞാനാണല്ലോ. അതുകൊണ്ട് ഇന്ന് അബൂബക്കർ പറയട്ടെ, ആ സ്വർഗത്തിന്റെ ഭവനം എന്റെ അബൂബക്കറിന് കിട്ടട്ടെ എന്നാഗ്രഹിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്താ? 2 ഹജ്ജ് ചെയ്തവനെ കണ്ടാൽ 1 ഹജ്ജ് ചെയ്തോ സലാം പറയണം, ഹജ്ജ് ചെയ്തവനെ കണ്ടാ ചെയ്യാത്തോ സലാം പറയണം, ഉംറയ്ക്ക് പോയവനെ കണ്ടാ പോകാത്തോ സലാം പറയണം, പെണ്ണ് കെട്ടിയവനെ കണ്ടാ കെട്ടാത്തോ സലാം പറയണം, മക്കളുള്ളവരെ കണ്ടാ ഇല്ലാത്തോ സലാം പറയണം. ഇങ്ങനെ ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവര് ആരെ കണ്ടാൽ റസൂലുള്ള സമ്മാനിച്ച സ്നേഹത്തിന്റെ മന്ത്രമാണ് സലാം. നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കണേ. സലാം പറയാൻ നമുക്ക് തോന്നണമെങ്കിൽ ആ മനസ്സുകളോട് വെറുപ്പ് നമുക്ക് തോന്നാൻ പാടില്ല. വെറുപ്പുള്ളവരോട് നമുക്ക് സലാം പറയാൻ തോന്നില്ല. പിണങ്ങിയാ പിന്നെ സലാം പറയില്ല. പിണങ്ങിയ സലാം പറയുക. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് എത്ര പ്രാവശ്യം മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു, മിണ്ടാൻ പാടില്ല. അതൊരു പണിഷ്മെന്റ് ആയി. അല്ലാതെ സാധാരണ സലാം പറയുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ഇരിക്കാറില്ല. അപ്പൊ ഇത് പിണക്കം വരുമ്പോൾ നമ്മൾ സലാം അടക്കാറില്ലല്ലോ. അപ്പൊ മനസ്സിൽ വെറുപ്പുള്ളവരോട് സലാം നമുക്ക് പറയാൻ തോന്നൂല. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. പൊന്നാന നബിതങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ഏറ്റവും നല്ല സുന്നത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. ഏറ്റവും നല്ല പ്രവാചക ചര്യ എന്തെന്നറിയോ? എന്റെ സഹോദരങ്ങൾ പഠിച്ചോ? ഏറ്റവും നല്ല പ്രവാചക ചര്യ എന്തെന്നറിയോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് പൊന്നാന നബിതങ്ങൾ മറുപടി പറയുന്നു, യാ ബുനയ്യ ഇൻ ഖദർതാം തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ശുൽ അഹദി വഫൽ വലാലിക മിൻ സുന്നതി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അനസേ, ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും ആരോടും വെറുപ്പില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും എതിർപ്പില്ലാത്ത ഓരോ പ്രഭാതവും പ്രദോഷവും നിനക്ക് വന്നാൽ വഫൽ വദാലിക മിൻ സുന്നതി, അത് നല്ല ചര്യയാണ്, അതാണ് എന്റെ ചര്യ, നീ തുടർന്നുകൊള്ളുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരോടും വെറുപ്പില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ? എത്ര പേരോട് നമ്മൾ
പിണക്കം ഏതെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. കള്ള് കുടിക്കലെന്ന് അവൻ്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു, സാറേ കൂടെ കൊണ്ടുവന്ന് വാത് കേൾപ്പിച്ചു, എന്നിട്ടും വീണ്ടും വീണ്ടും അവൻ അതിനോട് താല്പര്യം കാണിക്കുന്നു. അതുകൊണ്ട് അവനോടൊന്ന് കമ്പനി നിർത്താൻ പോവാ, ഇനി ഞാൻ കമ്പനി കൂടിയാ ഞാനും കൂടിയാണ്. അങ്ങനെ നിർത്തുന്നവരുണ്ട്. ചില ഉസ്താദുമാരില്ലേ നല്ല തക്കവയോടുകൂടി ചില പള്ളിയിൽ വരും, വന്നുടനെ ചെറുപ്പക്കാരെ കയ്യിലെടുക്കും. അവസാനം ഉസ്താദാണോ ചെറുപ്പക്കാരാണോ ഏറ്റവും നല്ലതെന്ന് സംശയമാവും നാട്ടുകാർക്ക്. അത്രയ്ക്ക് കൂതറയായിട്ട് വീരാരി മാറും. വെറുതെ പറഞ്ഞതല്ല, കാരണം അത്രത്തോളം ശക്തിയിൽ ഈ ചെറുപ്പക്കാര് ഉസ്താദിനെ സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഉസ്താദിനോട് ഞാൻ ഇപ്പോഴും പറയാം, നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയത്. ഇന്ന് ഉസ്താദുമാരെന്ന് ഇവരൊക്കെ പാവപ്പെട്ടവരാണ്. എനിക്കും അങ്ങനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സ്വാർത്ഥതയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ വെറുപ്പിക്കൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചിലർ ഉസ്താദുമാരുടെ കമ്പനി അടിക്കുമ്പോൾ ഉസ്താദിന് എവിടെ നിന്നെങ്കിലും ചോറുണ്ട് വയ്ക്കുമ്പോൾ അതിന്റെ പൊരിച്ചമ്മി അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നു. ഉസ്താദ് പിന്നെ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് ആദ്യിക്കുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോ അതൊരു ഉസ്താദിനും ബന്ധങ്ങൾക്കും ചേർന്നതല്ല. അപ്പൊ ഉസ്താദിന് ഉസ്താദായിട്ട് കാണുന്ന കൂട്ടുകാരായിരിക്കണം മഹലിലെ ഇമാമികളോട് ഏറ്റവും അധികം അടുത്തിടപഴകേണ്ടത്. ഉസ്താദുമായിട്ട് ഒരുപാട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഉസ്താദിന്റെ പവറൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കൂട്ടുകാരനെ പോലെ അല്ലേ, കുഴപ്പമില്ല, എന്തു ആവാ, അങ്ങനെ സിഗരറ്റ് വാങ്ങുന്നു, അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് തീപ്പെട്ടി വാങ്ങുന്നു, പിന്നെ ഉസ്താദ് കിടന്നുറങ്ങുമ്പോ ഉപ്പ് കെട്ടി വാക്കി അതിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ പല വേലകളും ചെയ്യും. ഉസ്താദ് അല്ലാതാകും. അത് നമ്മൾ വരുത്തരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നും നമുക്ക് മുന്നോട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര വർഷം? 2 വർഷമായി. സാധുവാ. അള്ളാഹു അദ്ദേഹം ദറസിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത ഉസ്താദില്ലേ, എല്ലാവർക്കും ഉദ്ഘാടനമൊക്കെ പ്രസംഗമല്ലേ, അത്ര മോശമായിരുന്നു, ആരും ശ്രദ്ധിച്ചൊന്നും കാണൂല. പക്ഷേ അതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കേണ്ട പ്രഭാഷണം. ആരും ശ്രദ്ധിച്ചില്ല, ഞാനിവിടെ ശ്രദ്ധിച്ചില്ല. ഒരുപാട് ആയത്തുകൾ വളരെ നല്ല രീതിയിൽ ഉസ്താദ് ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം വലിയ ദറസെടുക്കുന്ന പണ്ഡിതന മോശക്കാരനല്ല. ഇതുപോലെയുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദ് മോശക്കാരനാ. തൃക്കോമല നൂർ മുഹമ്മദിയ പള്ളി എത്ര കൊല്ലം കൊണ്ടിരിക്കുക, അത്ര കൊല്ലമായി, എത്രയോ കൊല്ലമായി, 20 കൊല്ലത്തോളമായി. ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെ ഞാൻ വാത് പറയാൻ പോയപ്പോ അദ്ദേഹം അവിടെ ഉണ്ട്. ഇദ്ദേഹം അന്നവിടെ മുത്താലിമാണ്. നമ്മളല്ലേ കാട് കാണാൻ പോയത്. ഞാനവിടെ ചെന്നപ്പോ അണ്ണാ ഞാനും കൂടെ കെട്ടാ അണ്ണാന്ന് പറഞ്ഞിട്ട് അവിടെ കാട് കാണാൻ വന്നതാ. കാട് കാണാൻ കൊണ്ടുപോയി. അവിടെ തൃക്കോവല നല്ല മനോഹരമായ കാട്, നല്ല സ്ഥലം കേട്ടോ, നല്ല രസമാണ്. അപ്പൊ അവിടെ കാട് കാണാൻ കൊണ്ടുപോയി. ഞാനവിടെ അടുത്തൊരു സ്ഥലത്ത് വാത് പറയാൻ പോയി. അല്ലാഹു അക്ബർ. ജീവനുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ആകെ 10 പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിയും വെട്ടി മഴ. 10 പേര് അനക്കമില്ല, ആവിയിലുണ്ട്. തമാശ പറഞ്ഞിട്ട് ഇരിക്കണമില്ല, കണ്ണീര് വന്നിട്ട് കരണ്ട് വന്നു. അവസാനസ്ഥാനം പറഞ്ഞിട്ട് കഴിയുമ്പോൾ എല്ലാവരും അടക്കാൻ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇരുന്ന ഒന്നി അനങ്ങണം, അല്ലെങ്കിൽ കുനിങ്ങണം, എന്തെങ്കിലും എന്താ കാരണം വെച്ചിരിക്കുന്നത്. അവസാനം പറഞ്ഞത് മഴ പെയ്ത് സീറ്റിന്റെ മുകളിൽ വെള്ളം വീണപ്പോ അവരെ അറിഞ്ഞില്ല പ്രസംഗം നടക്കുന്ന കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രസംഗം, എല്ലാവർക്കും നല്ല ഹരമാട്ടെന്നൊക്കെ പറഞ്ഞ് വലിയ കാലത്ത് ദുആക്കറ്റി നിവരുന്നപ്പോൾ അവരറിയണ പ്രസംഗം തീർന്നതായി. കാരണം മഴ വന്ന് ഈ സീറ്റിന്റെ മുകളിൽ ഇങ്ങനെ വീണോണ്ടിരുന്നപ്പോ അതിന്റെ ശബ്ദമാണ് ഏറ്റവും അധികം എഫക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരെന്ന് ഏതായാലും തൃക്കോമലയിൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായ സ്ഥലം. അന്ന് കാണാനൊക്കെ കൂടെ വന്നതാ. അന്ന് എന്റെ കൂടെ വന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, സംസാരത്തിൽ വിക്കൊക്കെ ഉള്ള ഉസ്താദിന്റെ 2 ഇരട്ട മക്കളൊക്കെ വലുതായില്ലേ, ഹസൻ ഹുസൈൻ അല്ലേ. ഉസ്താദന്മാർക്ക് അല്ലാഹു മക്കളെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണ പോലെ തന്നെ റബ്ബേ ഒരൊന്നൊന്നര കൊടുക്കുക. അത് ഹുസൈൻ എന്ന ഉസ്താദിന്റെ മകൻ മരണപ്പെട്ട് അള്ളാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. അപ്പൊ അതും ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ 2 മക്കളും കൂടി ഉസ്താദിന്റെ അനുവാദം ചോദിച്ച് മുത്താലിയുടെ കൂടെ എന്റെ കൂടെ കാട് കാണാൻ പോയി. അപ്പൊ എന്റെ മുമ്പേ വന്നൊരു പാവപ്പെട്ടു. അവര് തമാശക്ക് പറഞ്ഞു, ഇങ്ങനെ വലിയ വലിയ നമ്മൾ പോവാണ്, നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി തമാശക്ക് പറഞ്ഞ് പ്രസംഗത്തിന് അവിടെ നിൽക്കുകയാണ്, പകര സമയം നിൽക്കുന്നു. അപ്പൊ തമാശക്ക് അവൻ പറഞ്ഞു ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ 2 മക്കള് ഏറ്റവും പുറകിൽ വരും. അവരുടെ പറയാം ഇത്രേ ഉള്ളൂ, ലക്ഷണം കെട്ടോ പിന്നാലെ. അതോടുകൂടി മുദ്രാവാക്യം വിളിച്ചോ, പിന്നെ അനക്കോ ഇല്ലാറിയില്ല. അപ്പൊ ഇത് അങ്ങനെയാണ്. അല്ലാഹു തആല ആ പ്രിയ സഹോദരന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ട ഇങ്ങോട്ട് വരുമ്പോ ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു അൾട്ടോ വാഹനം ലോറിയുമായിട്ട് ഇടിച്ച് അതിന്റെ പകുതിയോളം കഴിഞ്ഞു തവിട് പൊടി. ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞത് കൈയും കാലും ഒക്കെ ചിന്ന ഭിന്നമായി. ഇന്നലെ നടന്നതാ. ഇങ്ങോട്ട് നോക്കുമ്പോ ആ വാഹനം ഒന്ന് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങിയതാ. സുബ്ഹാനല്ലാഹ്. ഇതൊരവസ്ഥയിൽ അള്ളാഹു നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാര് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് അടുത്ത എവിടെ വാതു പറയാൻ വന്നപ്പോ കായംകുളത്ത് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായ അമീർ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും ഞാൻ മറക്കൂല പ്രിയപ്പെട്ടവര്. അവർക്കൊക്കെ വേണ്ടി ഇന്നലെയും ദുആ ചെയ്തു. അവിടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ തരത്തിൽ
മനസ്സിന്റെ അകത്ത് വളരെ ആരോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആരോടും ഒരു വെറുപ്പില്ല, അപ്പുറത്ത് ഐശാനോട് പിണക്കില്ല, ഇപ്പുറത്തെ എല്ലാവരും. അങ്ങനെ ഒരു സഹോദരിമാർ ചിന്തിച്ചു നോക്കി, ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഉമ്മു കുൽസൂമിന്റെ ഭർത്താവിന് നീ ആയുസ് കൊടുക്കണല്ല, അവരെ മക്കളെ പരീക്ഷയിൽ വിജയിപ്പിക്കണല്ല. ദുആ ചെയ്യോ? സ്വന്തം കാര്യം ദുആ ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ചെയ്യാം. ദുആ ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് താമസിക്കുന്ന കുടുംബത്തിന്റെ ഹൈറും ബറക്കത്തിനും വേണ്ടി 51 രൂപ ദുആ ചെയ്യാൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാണ്. കാരണം അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മൻ സലിമൽ മുസ്ലിമൂ മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് തന്റെ നാവിൽ നിന്ന് പരിപൂർണമായി അവരെ ഉപദ്രവിക്കാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചവരാരാ? അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് അല്ലാഹു റസൂൽ പറയുമ്പോ, അങ്ങനെ ഒരു മുസ്ലിമാകാ എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട് എത്ര പേരെയാണ് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത്? എത്ര പേരെയാണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്? എത്ര പേരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരോടും വെറുപ്പ് വേണ്ട. ചില ആൾക്കാരുണ്ട് പണമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കുള്ളൂ. മറ്റു ചില ആൾക്കാരുണ്ട് ഗ്ലാമർ ഉള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. സിനിമാ നടന്മാരെ പോലെ ഭംഗി ഗ്ലാമർ ഉള്ളവരെ മാത്രമേ സ്നേഹിക്കുള്ളൂ. നമ്മൾ അങ്ങനെയാവരുത്, ഒരിക്കലും നമ്മൾ അങ്ങനെയാവരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കറുത്തവനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചത് എന്തിന്റെ പേരിലാണ്? ഭംഗിയുടെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ ബിലാലിനേക്കാൾ ഭംഗി കുറഞ്ഞത് ആരാ അവിടെ ഉണ്ടായിരുന്നത്? ഏറ്റവും ഭംഗി കുറവായിരുന്നില്ലേ? പക്ഷേ ഹൃദയം പ്രകാശത്തിന്റെ ഗോപുരമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ അടികൊണ്ടുകൊണ്ട് പിടയുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മോചിപ്പിക്കുകയാണ്. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിച്ച് പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കുകയാണ്. ചരിത്രം പഞ്ഞിക്കെട്ട് പോലെയുള്ള ശരീരമെന്ന് അനുഗ്രഹീത ബിലാലിനെ കുറിച്ച് പറഞ്ഞത് മൊഞ്ചിന് വേണ്ടി എഴുതി വെച്ചതല്ല, ലോകം കണ്ടു കരഞ്ഞുപോയ ദിവസമാ. ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് മർദ്ദനമേറ്റുകൊണ്ട് പിഴഞ്ഞുപോയ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം പഞ്ഞിക്കെട്ട് പോലെ ആയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കുക, ഈ അടിമയെ എനിക്ക് തരുമോ? നിങ്ങൾ പറയുന്ന വില തരാം. അവര് പറഞ്ഞ, അബൂബക്കറേ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിമയെ നിങ്ങൾക്ക് വാങ്ങാമല്ലോ, പിന്നെ എന്തിനാണ് ബിലാലിനെ നിങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, എനിക്ക് ബിലാലിനെ വേണമെന്ന് പറയുമ്പോ ആ അടിമകളെ മോചിപ്പിക്കാമെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുന്ന 60 അടിമകളുടെ വിലയാണ് ശത്രുക്കൾ ചോദിച്ചത്. അന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ന് ഒരു ഫ്ലൈറ്റിന്റെ വിലയാണ് അന്നൊരു അടിമയ്ക്ക് കൊടുത്തിരുന്നത്. 60 അടിമകളുടെ വില കൊടുത്തുകൊണ്ട് ശരീരം ചവിട്ടിക്കൂട്ടി പഞ്ഞിക്കെട്ട് പോലെ ആക്കി വെച്ച ബിലാലിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങുകയാണ്. വാങ്ങിയിട്ട് ബിലാലിന്റെ കണ്ണീര് തുടയ്ക്കുന്നു, ബിലാലിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് ബിലാലിന്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തതെന്തെന്നറിയോ? അല്ലാഹുവിന് വേണ്ടി ബിലാലേ, അല്ലാഹുവിന് വേണ്ടി ബിലാലേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കരുതിയതെന്തെന്നറിയോ? ബിലാൽ മരിക്കുന്നതിന് മുമ്പ് ബിലാലിനെ വില കൊടുത്ത് അബൂബക്കർ വാങ്ങിയതെന്തിനെന്നറിയോ? അബൂബക്കറിന്റെ എന്തോ രഹസ്യം ബിലാലിനറിയാ, അതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞപ്പോ പടച്ചുറപ്പിന്റെ ഖുർആൻ ചരിച്ചില്ലോ, വമാ ലിഅഹദി ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചത് അധികാരത്തിനല്ല, പവറിനല്ല, പ്രശസ്തിക്കല്ല, രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. ഉന്നതനായ പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ. അങ്ങനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കറുത്തവനാണ് ബിലാല്. പിന്നെ മുഴുവൻ സഹാബികളും സ്നേഹിച്ചില്ലേ? ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമായപ്പോ കറുത്ത ബിലാലിനെ വെളുപ്പിരിക്കുന്ന കഅബാലയത്തിന്റെ
കഴുത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടത്തിയില്ലേ? ബിലാൽ വിളിച്ചതുപോലെ ബാങ്ക് വിളിക്കാം. ലോകത്തിന് വരെ ഏതെങ്കിലും ഒരു മഹദീന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മദീനയിൽ ചെന്ന മസ്ജിദുൻ നബവിയുടെ വിരാരത്തിലൂടെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ബാങ്ക് വിളിക്കുമ്പോ അറിയാതെ ബിലാലിനെ ഓർത്തുപോകും പ്രിയപ്പെട്ടവരെ. അതോ മയ്യത്തിന്റെ ചവിട്ടേറ്റുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലാരണ്യ രക്തം ഛർദിച്ച ബിലാലിനെ ഓർത്തുപോകും പ്രിയപ്പെട്ടവരെ. ഇരുമ്പ് പഠിപ്പിച്ച ശരീരത്ത് കൊണ്ടുവച്ചപ്പോ ആ പഠിപ്പിച്ച ശരീരത്തിലേക്ക് കൊണ്ടുവച്ചപ്പോ ശരീരത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞിട്ട് അതിന്റെ ദുർഗന്ധം മൂക്കിലൂടെ വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പ് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാല് ചോദിച്ചതാ, നബിയേ അങ്ങെന്ത് പറഞ്ഞാലും പടച്ച റബ്ബിന്റെ സഹായമുണ്ടെന്ന് പറയും. മത്താ എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരുന്നത് നബിയേ? എന്റെ ശരീരം കരിഞ്ഞത് കണ്ടില്ലേ എന്ന് ചോദിച്ച ബിലാലിന് എന്റെ കരുനാഗപ്പള്ളിയിലുള്ള കാലിൻകുളത്തിലുള്ള ഓർച്ചറിയില്ല. എന്റെ കൂട്ടുകാര് മറക്കല്ലേ, അത് നമ്മുടെ നേതാവാണ്. ലോകത്ത് ഏറ്റവും വലിയ കറുപ്പ് കൊടുത്ത ബിലാലാണ്. നമ്മുടെ നേതാവെന്ന അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയാ. ഇസ്ലാമിന്റെ ചുടക്കൂട്ടന്മാർ മനസ്സിലാടിക്കുമ്പോ എങ്ങനെയാണ് ഗ്ലാമർ ഉള്ളവരെ മാത്രം സ്നേഹിക്കാൻ കഴിയുന്നത്? ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും അടുത്ത് ഇടപഴകിയുന്ന അബൂ ദർ റളിയല്ലാഹു തആല എന്ന സഹാബിയ രണ്ടുപേരും കൂടി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ എന്തോ ചെറിയ കാര്യം പറഞ്ഞ് തർക്കിച്ചു വഴക്കിട്ടപ്പോ ബിലാൽ റളിയല്ലാഹു തആല തന്റെ കറുത്ത മുഷ്ടിയുള്ള കൈ കൊണ്ട് ചുരുട്ടിയിട്ട് അബൂ ദറിനെ ഒന്ന് തള്ളിയിടുകയാണ്. മരുഭൂമിയിൽ വീണുപോയ, മരുഭൂമിയിൽ തെറിച്ചു വീണുപോയ അബൂ ദർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ മഅദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കറുമ്പിയുടെ മോനല്ലേ, നീ കറുമ്പിയുടെ മോനല്ലേ. ഇത് പറഞ്ഞപ്പോഴോ ബഹുമാനപ്പെട്ട ബിലാൽ മഅദി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരാണ് എന്നെ കറുമ്പനെന്ന് വിളിച്ചത്? ആരാണ് ഞാൻ കറുമ്പിയുടെ മോനം തന്നെ വിളിച്ചത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ പ്രിയപ്പെട്ട തോഴനാണ്, എന്റെ സ്നേഹിതനാണ് അബൂ ദർ എന്നെ കറുമ്പനെന്ന് വിളിച്ചു നബിയേ. എന്റെ ഉമ്മ കറുമ്പിയെന്ന് പറഞ്ഞു നബിയേ. എന്റെ മനസ്സിൽ ആ മുറിവുമായുന്നില്ലെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞില്ലേ? കറുത്തവനാണ് ബിലാലിന്റെ പ്രകാശിക്കുന്ന മനസ്സൊന്നൊരുകിയപ്പോ ലോകത്തിന്റെ നായകന്റെ കണ്ണ് നിറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂൽ അബൂ ദറിനെ വിളിച്ചില്ലേ? എന്നിട്ട് അബൂ ദറിനോട് പൊന്നാര നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അബൂ ദറേ, കറുത്തവനാണ് ബിലാൽ നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്നത് വരെ നീ പറയുന്ന ഒരു സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ അബൂ ദർ ഓടി വരികയോ, എന്റെ ബിലാലിനെ കണ്ടോ, എന്റെ ബിലാലിനെ കണ്ടോ, എന്റെ ബിലാലെവിടെ, എന്റെ ബിലാലെവിടെ എന്ന് ചോദിച്ചു ബിലാലിന്റെ തൊട്ടരികിൽ വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് വാരിപ്പഴന്നിട്ട് പറയുന്ന, ബിലാലോ നിന്റെ മനസ്സിൽ കനൽ കോരിയിരുന്നവനാണ് ഞാൻ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ബിലാലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്ത